അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പുറകിലുള്ളത് മന്ത്രി MP രാജേഷും അളിയനും കൂടിയാണ്. അവർ 3 പേരും കൂടിയാണ് ഇവിടെ ഒരുപാട് നാടകങ്ങൾ ഉണ്ടാക്കിയത്. ആ നാടകങ്ങളെല്ലാം ചീറ്റിപ്പോയി. 7 നിലയിൽ പൊട്ടി, എല്ലാ സാധനവും പോയി. അപ്പോൾ ഇനിയും ഞാൻ പറഞ്ഞല്ലോ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാറിൽ കഞ്ചാവ് വെച്ച് പിടിപ്പിച്ചാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്താ, ഇല്ലാത്ത കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. ഇപ്പം അദ്ദേഹം കൊണ്ടുവന്നൊരു കാര്യത്തിലാണ് അവസാനം ആരുടെ നെഞ്ചത്തോട്ട് കയറി. ഇതിൽ EP-യുടെ എഴുതാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിപക്ഷ നേതാവാണ്, അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലാണ് അതിൻ്റെ തിരക്കഥ എന്നൊക്കെയാണ് സ്ഥാനാർത്ഥി സരിൻ പറയുന്നത്. വല്ല കൊള്ളാവുന്ന വല്ല മുതിർന്ന CPM നേതാക്കൾ വല്ല കാര്യം ആരോപണം ഉന്നയിച്ചാൽ ഞാൻ മറുപടി പറയാം. മനസ്സിലേ, ഞാൻ പറഞ്ഞല്ലോ CPM അനുഭവിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞല്ലോ. ഇത് EP വരുവാണെന്നുണ്ടെങ്കിൽ സ്വാഗതം എന്നുള്ള രീതിക്ക് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ഇതുണ്ടോ? നമ്മളതൊരു തമാശയായിട്ട് എടുത്താൽ മതി. അങ്ങനെ പറയാം. അദ്ദേഹം ആ പാർട്ടിയിൽ തന്നെ നിൽക്കുകയല്ലേ. ആ പാർട്ടിയിൽ പിണറായി വിജയൻ കഴിഞ്ഞാൽ ഏറ്റവും മുതിർന്ന നേതാവ് EP ജയരാജൻ. MV ഗോവിന്ദനേക്കാൾ, അദ്ദേഹം ആത്മകഥയിൽ എഴുതിയതുപോലെ MV ഗോവിന്ദനേക്കാൾ ഏറ്റവും സീനിയറായിട്ടുള്ള നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം പാർട്ടിയിൽ നിൽക്കുകയല്ലേ. നമ്മളെന്തിനാ വേറെ പാർട്ടിയിൽ നിൽക്കുന്ന ആളുകളെ അപമാനിക്കുന്നത്? ഇത് തമാശയായിട്ട് അസരപ്പെടുക. അവർ തമ്മിലൊക്കെ ഭയങ്കര സൗഹൃദമുള്ള ഒരു പരിപാടി പ്രഖ്യാപിച്ചുകൊണ്ട് EP-നെ വേദിയിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇപ്പോൾ പാലക്കാട് പരിപാടി നടത്താം. അത് എന്തായിരിക്കും? ആ വ്യക്തിയെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. CPM EP ജയരാജനെ വീണ്ടും അപമാനിക്കുകയാണ്. അദ്ദേഹം ഇത് എഴുതി. ഞാൻ ഇന്നലെ പറഞ്ഞൊരു വാചകം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ഇതിലെ കണ്ടൻ്റ് അല്ല പ്രധാനം. കണ്ടൻ്റൊക്കെ EP എഴുതിയതാണെന്ന് എല്ലാവർക്കും അറിയാം. DC പോലത്തെ ഒരു പ്രസാധക സ്ഥാപനം ഞാൻ ഇന്നലെ ചോദിച്ചതുപോലെ ആകാശത്ത് നിന്നൊരു ആത്മകഥ ഉണ്ടാക്കി പ്രസിദ്ധീകരിക്കുമോ? ഇല്ലല്ലോ. എല്ലാവർക്കും അറിയാം. ഇവർ കള്ളം പറഞ്ഞു, പാർട്ടിയും കള്ളം പറഞ്ഞു, EP-യും പറഞ്ഞു. പറയാതിരിക്കാൻ നിവർത്തിയിൽ ഇന്നലെ ഇലക്ഷൻ അല്ലേ. ഇന്നലെ ചേലക്കര ഇലക്ഷൻ നടക്കുന്നു. 20-ാം തീയതി ഇവിടെ ഇലക്ഷൻ നടക്കാമോ? എന്തു പറഞ്ഞ് പിടിച്ചു നിൽക്കും? 20-ാം തീയതി വരെയെങ്കിലും കള്ളം പറയണം. ഞാൻ അതിൽ കുറ്റപ്പെടുത്തുന്നില്ല. അവരുടെ സ്ഥിതി അതായിപ്പോയി, പരമദയനീയമായ സ്ഥിതിയായിപ്പോയി. പക്ഷെ ഇത് എങ്ങനെ പുറത്തു പോയി എന്നുള്ളതാണ് പ്രധാനം. DC ബുക്സിലൊന്നും പ്രസിദ്ധീകരിക്കാൻ പോയേക്കണ ഒരു സാധനവും പുറത്തു പോയില്ല. അപ്പോൾ ഇത് പുറത്തു പോയിരിക്കുന്നത് പാർട്ടിയിലെ EP-യുടെ മിത്രങ്ങളാണോ ശത്രുക്കളാണോ ഇത് പുറത്തു കൊണ്ടുവന്നതെന്ന് അന്വേഷിച്ചാൽ മതി. CPM-ൽ നടക്കുന്ന ഈ ഏർപ്പാടുണ്ടല്ലോ, നിങ്ങൾ വേറെ കാര്യം കൂടി ശ്രദ്ധിച്ചു. ഞാൻ ഇന്നാൾ കഴിഞ്ഞ ആഴ്ച, നമ്മളൊന്നും പറയണ ശ്രദ്ധിക്കാറില്ല ഈയിടെയായിട്ട്, കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു കാര്യം പറഞ്ഞു. നവീൻ ബാബുവിൻ്റെ വീട്ടിൽ ആര് പോയി? MV ഗോവിന്ദൻ ഈ കുടുംബത്തോടൊപ്പമാണെന്ന് പറഞ്ഞു. എന്നിട്ട് ആ കേസിലെ പ്രതി PP ദിവ്യ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്വീകരിക്കാൻ പോയതാരാ? MV ഗോവിന്ദൻ്റെ ഭാര്യ അല്ലേ? ആണല്ലോ. അത് പറഞ്ഞിട്ട് ഞാനൊരു കാര്യം ചോദിച്ചു. ഈ പെട്രോൾ പമ്പിൻ്റെ പെട്രോൾ പമ്പ് ഈ പ്രശാന്തൻ എന്ന് പറയുന്ന ബിനാമിയാണെന്നറിയാം. ആരുടെ ബിനാമിയാണ് പ്രശാന്തൻ? അതൊക്കെ അന്വേഷിക്കട്ടെ. എന്തായാലും അയാൾക്ക് അതിനുള്ള ശേഷിയൊന്നുമില്ല. പരിഹാരത്തെ താൽക്കാലിക ജീവനക്കാർ ഒന്നുമില്ലാത്ത ഒരാൾ അയാളുടെ അല്ലാതെ അതാരുടെ? അതൊരു CPM നേതാവിൻ്റെയാണ്. അതൊന്ന് അന്വേഷിക്കും. അപ്പോൾ PP ദിവ്യയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ PP ദിവ്യ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് MV ഗോവിന്ദൻ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയെ നേരെ ജയിലിലേക്ക് പറഞ്ഞു വിട്ടത്. അല്ലെങ്കിൽ നവീൻ ബാബുവിൻ്റെ വീട്ടിൽ പോയി ആ കുടുംബത്തോടൊപ്പമാണെന്ന് പറഞ്ഞിട്ടേ. അതാണല്ലോ ഞാൻ ചോദിച്ചത്. CPM-에 നിൻ്റെ പേരാണോ കാപട്യമെന്ന് ചോദിച്ചത്. എന്തൊരു കാപട്യമാണ്, എന്തൊരു വഞ്ചനയാണ് ചെയ്തത്. എന്നിട്ട് ഭാര്യ പറഞ്ഞു വിട്ടിരിക്കുക. പിന്നെ അവർ തമ്മിൽ കൂട്ടിമുട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം ആന്തൂർ സാജൻ്റെ മരണത്തിന് കാരണം എന്ന ആരോപണ വിധേയയാണ് ശ്യാമള ഗോവിന്ദൻ അല്ലേ. നവീൻ ബാബുവിൻ്റെ ആത്മഹത്യക്ക് കാരണക്കാരിയായ ആളാണ് PP ദിവ്യ എന്നുണ്ട്. അവർ തമ്മിലുള്ളൊരു സംഗമം ഉണ്ടല്ലോ, ആ ജയിലിൻ്റെ മുറ്റത്ത് വെച്ച് അവർ തമ്മിൽ നടത്തിയൊരു സംഗമം, അതും കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ അപൂർവമായ ഒരു സംഗമമായി അടയാളപ്പെടുത്തേണ്ടതാണ്. നിങ്ങളാരും അടയാളപ്പെടുത്തിയില്ല. ഒരു മാധ്യമം അത് പ്രത്യേകമായിട്ട് അടയാളപ്പെടുത്തിയില്ല. ഇവർ രണ്ടുപേരും തമ്മിലുള്ള അപൂർവമായൊരു സംഗമം ജയിൽ മുറ്റത്ത് വെച്ച് ശ്യാമള ഗോവിന്ദനും PP ദിവ്യയും നടത്തിയ അപൂർവമായൊരു സംഗമം. രണ്ടുപേരും ആരോപണ വിധേയരാണ്. രണ്ട് കുടുംബനാഥന്മാർ ആത്മഹത്യ ചെയ്യാൻ കാരണക്കാരായ 2 പേർ തമ്മിലുള്ള അപൂർവ കൂടിക്കാഴ്ച. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതൊക്കെ കാണാതെ പോകും. എനിക്ക് നിങ്ങളോടുള്ള ചെറിയ പരാതിയൊന്നുമില്ല, ചെറിയ പരിഭവം ഇതൊക്കെ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ലെന്ന് ഇത് ഞാൻ പറഞ്ഞത്, ഇത് നാടകമല്ലേ, ഈ കാണിക്കുന്നത് മുഴുവൻ നാടകമല്ലേ. എന്തൊരു നാടകമാണ് ഈ CPM എന്ന് പറയുന്നത്. എന്തൊരു നാടകമാണ്. ഈ പാലക്കാട് തന്നെ തെരഞ്ഞെടുപ്പ് തുടങ്ങി, നിങ്ങളൊക്കെ ആദ്യം അതിൽ പെട്ടുപോയി കുറച്ച്, പിന്നെ നിങ്ങൾക്ക് മനസ്സിലായി സംഭവം.
ഇപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. ആദ്യത്തെ 10 ദിവസം നിങ്ങൾ ആ നാടകത്തിലൊക്കെ പെട്ടുപോയി കുറേ. അതിനുശേഷം ഇപ്പോൾ നിങ്ങളെല്ലാം ഇതേ. അന്ന് ഞങ്ങൾ നിങ്ങളാരെക്കുറിച്ച് മോശമായിട്ട് വല്ലതും പറഞ്ഞാൽ നിങ്ങളാരെങ്കിലും പോസ്റ്റ് ഒട്ടിച്ചാൽ ഞങ്ങൾ എന്തുമാത്രം ആളുകൾ എന്തൊക്കെ പറഞ്ഞ് ഏതെല്ലാം തരത്തിൽ പറഞ്ഞ് നമ്മൾ നിങ്ങൾക്കെതിരെ ഒന്നും പറഞ്ഞില്ല. ഞങ്ങൾ അപ്പോഴും ചിരിച്ചുകൊണ്ടാണ് എല്ലാത്തിനും ഞങ്ങളെ നിങ്ങൾ വിമർശിച്ചപ്പോഴൊക്കെ പറഞ്ഞത്. ഇപ്പോഴും ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. പക്ഷേ ഇപ്പം ഞങ്ങൾ ആസ്വദിക്കുന്നുണ്ട്.